ഇവർക്കും ഈശ്വരശേഷിയായിക്കട്ടെ. ഇന്ന് നാം എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഇന്ന് നാം പോകുന്നത് സ്നാപയോഹന്നാനിലാണ്. സ്നാപയോഹന്നാൻ അറിയോ? ജൂൺ 24-നാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ജന്മദിനം ആഘോഷിക്കുന്ന മൂന്നേ മൂന്ന് അതാരൊക്കെയാണ്? പരിശുദ്ധ മറിയം, ഈശോ, സ്നാപയോഹന്നാൻ. അദ്ദേഹത്തിന്റെ ജന്മദിനം നാം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അനുതാപത്തിന്റെ സന്ദേശവുമായി വന്ന, അനുതാപത്തിന്റെ മാമോദിസയെ പറ്റി പറഞ്ഞ, മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന അദ്ദേഹത്തിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി തരുന്നത്. ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 30ഓളം വിഷയങ്ങളുമായി മാനുവൽ ടിറ്റീസ് ചാനൽ. കുംഭസാര ജപത്തിലെ സർവ്വജ്ഞ ദൈവത്വം പഠിച്ചു കഴിഞ്ഞു. പ്രധാന മാലാഖയെ മിഖായേലിനെ പഠിച്ചു കഴിഞ്ഞു. പരിശുദ്ധ മറിയത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് സ്നാപയോഹന്നാനാണ്. നാം ചിന്തിക്കും, പ്രധാന മാലാഖയായി പറഞ്ഞു അല്ലേ? അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസ് പൗലോസ് പറയുന്നു, നിത്യനെ പഠിച്ചത് സ്നാപകയോഹന്നാൻ എന്താണ് സംബോധന ഇല്ലാത്തത്? സ്നാപകൻ തന്നെ ഏറ്റവും വലിയ സംബോധനയാണ് അല്ലേ? മറ്റുള്ള കുറെ യോഹന്നന്മാർ നമുക്കുണ്ടല്ലേ? എന്നാൽ ഇത് ഈശോയെ ജ്ഞാനസ്നാനം ചെയ്ത സ്നാപകയോഹന്നാനാണ്. അപ്പൊ യോഹന്നാൻ എന്ന പേരിൽ നിരവധി വിശുദ്ധരുണ്ടല്ലേ? ആയതിനാൽ സ്നാപകയോഹന്നാൻ പ്രത്യേകം എടുത്തു പറയാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ? അദ്ദേഹത്തിന് ദൗത്യവും മഹത്വവും ജ്ഞാനം നൽകുകയും മിശിഹായ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തതിനാണ്. ആയതിനാൽ സ്നാപകൻ എന്ന വിശേഷണം തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിശേഷണമായി മാറി. സ്നാപകയോഹന്നാന്റെ വിശേഷണമാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇനിയുള്ളത് സ്നാപകയോഹന്നാൻ എങ്ങനെയാണ് കുംഭസാര ജപത്തിൽ വന്നു എന്നുള്ളത്. കത്തോലിക്ക സഭയിലെ കുംഭസാരത്തിനുള്ള പരമ്പരാഗത ജപത്തില് വിശുദ്ധ മറിയം, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ സ്നാപകയോഹന്നാൻ, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് എന്നിങ്ങനെ ചില വിശുദ്ധരുടെ പേരുകൾ പറയുന്നത് അവർ ദൈവസന്നിധിയിൽ നമുക്കായി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണമെന്ന അപേക്ഷയുടെ ഭാഗമായിട്ടാണ്. അതിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, അതായത് വിശുദ്ധ സ്നാപകയോഹന്നാൻ പ്രത്യേകം ഉൾപ്പെടുന്നതിന് ചില ആഴമുള്ള കാരണങ്ങളുണ്ട്. യോഹന്നാൻ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന മഹാപ്രവാചകനായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം ജനങ്ങളെ മാനസാന്തരപ്പെടുവിൻ എന്ന് വിളിച്ചുണർത്തിയ വ്യക്തിയാണ്. അനുതാപത്തിന്റെ മാമോദീസയുമായി വന്ന വ്യക്തിയാണ്. പാപസമൂഹത്തോടും മാനസാന്തരത്തോടും അദ്ദേഹത്തിന് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. യേശുവിന്റെ വരവിന് വഴിയൊരുക്കിയവൻ എന്ന നിലയിൽ പാപിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള യാത്രയുടെ പ്രതീകമായും സഭ കാണുന്നു. ഇതിനെ കൂട്ടിച്ചേർക്കുന്ന എങ്ങനെയാണ്? ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുന്നവൻ എന്താണ് പറഞ്ഞത്? അനുതാപത്തിന്റെ ജ്ഞാനസ്നാനമാണ് പറഞ്ഞത് അല്ലേ? കാര്യം എന്താണ്? അവര് മാനസാന്തരപ്പെടണം. അവര് പാപമില്ലാത്തവരാണ്. എങ്കിലേ അവർക്ക് ഈശോയെ സ്വീകരിക്കാനാവൂ. അതെ, അത് തന്നെയാണ് കുംഭസാരം എന്ന കൂദാശയിൽ വരുന്നത്. കുംഭസാരം എന്ന കൂദാശ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് നാം ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വഴിയൊരുക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു വെക്കുകയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് നാം സ്നാപകയോഹന്നാനെ ഇതിൽ ഉൾപ്പെടുത്തുകയും ആ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം നൽകിയ ആ സ്നാപകയോഹന്നാന്റെ പേര് ഇതിൽ ഉൾപ്പെടുന്നതും. വിനയം, ആത്മപരിശോധന, പാപബോധം എന്നിവയുടെ മാതൃകയായതിനാലും കുംഭസാര ജപത്തിൽ അദ്ദേഹത്തെ ഓർക്കുകയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് യോഹന്നാനെ
ആരാധിക്കുന്നു എന്നർത്ഥത്തിലല്ല. അല്ലെങ്കിൽ യോഹന്നാൻ നമ്മുടെ പാപങ്ങൾ ഇളച്ചു തരുന്നു എന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ നമുക്ക് പാപമോചനം നൽകുന്നു എന്നതുകൊണ്ടല്ല, നമ്മൾക്ക് സാക്ഷിയാവുന്നത് എന്നതുകൊണ്ടല്ല. മാനസാന്തരത്തിന്റെ മഹാപ്രവാചകനായ വിശുദ്ധൻ നമ്മൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന അപേക്ഷയാണ് ഈ ഒരു പദത്തിലൂടെ അല്ലെങ്കിൽ സ്നാപയോഹന്നാനിലൂടെ നാം അപേക്ഷിക്കുന്നതിലൂടെ വരുന്നത്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ജീവിതത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസിനെയും സകല വിശുദ്ധരെയും നാം കാണുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.